ഹലോ ഗായ്സ്, വെൽക്കം ടു ബ്ലാക്ക് ടീൽ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡിവിഷൻ പുഷിംഗ് ആയിട്ടാണ് വന്നത്. നമുക്ക് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഗെയിം പ്ലാൻ നോക്കാം, സെറ്റാണോന്ന്. സെറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലേക്ക് പോകാട്ടോ. മാച്ച് മേക്കിംഗ് ഇൻ പ്രോഗ്രസ്സിലാണ് ഗൈസ്. ചെക്കിങ് കണക്ഷൻ സ്റ്റാറ്റസ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓപ്പണൻ്റ് വരുന്നതായിരിക്കും. ഓപ്പണൻ്റ് എന്താണ് വരാത്ത കേസ്? എന്താ വരാത്ത കേസ്? വരുന്നില്ല കേട്ടോ. ചെക്കിങ് ആണ് സ്റ്റാറ്റസ് പറഞ്ഞാണെന്ന് കുറേ കാരണം വന്നിട്ടുണ്ട്. നമ്മൾ പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. ഓപ്പണൻ്റ് നോക്കാം. ഒരു 1135 ഒരു സ്കോഡാണ്. നമ്മളെ ഓപ്പണൻ്റ് ഡിവിഷൻ 1 അടിച്ചൊരു പ്ലെയറാണ്. ഇപ്പം ചെറിയൊരു സീനാണ്. സ്കോഡൊന്നും കുഴപ്പമില്ലാത്തല്ലെങ്കിലും പക്ഷേ ആളെ ഗെയിം പ്ലേ അടിപൊളി. ആളെ ഗെയിം പ്ലാനിൽ നിങ്ങൾ കണ്ടോ? സബ് കുറച്ച് ചാത്തനാണെന്നുള്ളൂ, പക്ഷേ ആള് പൊളിയൊരു സ്കോഡ് തന്നെയാണ് ഗൈസ്. കന്നാറ് ഡിഫൻഡൊക്കെ അടിപൊളിയാണ്. നമ്മളെ ഗുള്ളിറ്റൊക്കെ ഉണ്ട് ഗൈസ്. റൊമിനേക്കും ഉണ്ട്. എനിക്കറിയില്ല, നമ്മൾ ഫോർലാനൊന്നും ഫോമില്ലല്ലോ. ലെവൻഡോസ്കി ഫോമുണ്ട് കേട്ടോ. അമ്മ ലെവൻഡോസ്കി ഇറക്കാം. നമ്മൾ അബിവിയത്ത് ഫോമിലാണ്. ഹസാർഡ് ഉണ്ട്. നമുക്ക് റിക്കോ സെക്കൻഡ് ഹാഫിൽ ഇറക്കാം കേട്ടോ. റിക്കോ നമ്മൾ സെക്കൻഡ് ഹാഫ് ഇറക്കാം. എന്താ സ്റ്റാർട്ട് കൊടുക്കാത്ത? നേരത്തെ സ്റ്റാർട്ട് കൊടുത്താൽ ഞാൻ സ്റ്റാർട്ട് കൊടുത്തില്ല. അച്ഛനെ സ്റ്റാർട്ട് കൊടുക്കുമോ? സ്റ്റാർട്ട് കൊടുക്കില്ലല്ലോ. അവൻ്റെ സ്കോഡൊന്നും കൂടി നോക്കാം. എന്തായാലും നല്ലൊരു പ്ലേനെ നടത്തുന്നതാണ് തോന്നുന്നു. ഇസ്കോവും ഓബയങ്ങൊക്കെ ഉണ്ട്. എന്താണ് സ്റ്റാർട്ട് കൊടുക്കാത്തത്? അമ്മ ഏതായാലും സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് കൊടുക്കില്ലല്ലോ. മോനെ സ്റ്റാർട്ട് കൊടുക്കുമോ? സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ടാക്കുക. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ മാച്ച് തുടങ്ങാനായിട്ടുണ്ട്. ഫസ്റ്റ് ടച്ച് എനിക്കാണ് കേട്ടോ. നല്ല ബുള്ളറ്റൊക്കെ ഉണ്ട് കേട്ടോ. ബുള്ളറ്റ് നല്ല ഷോട്ട് അടിക്കും. നല്ല പവർഫുൾ ഷോട്ടാണ് അവൻ്റെ. നമ്മളെ ഫോർലാൻ പുതിയ ട്രെയിനിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഫോർലാൻ കുത്തിക്കോ. നമ്മൾ നെയ്മറിൻ്റെ സാധനം അവിടെ സ്കില്ലിട്ടു. അവൻ്റെ കോസ്റ്റൊക്കെ എടുത്ത് ബുള്ളറ്റെടുത്ത് നമ്മളെ റൊമിയതാ ആരെയും റൈക്കാർഡ് എടുത്തോണ്ട് കഴിച്ചില്ലായി. അടിച്ച ഹസാർഡ്. നമ്മൾ ഹസാർഡ് ഫസ്റ്റ് തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നൈസ് തിക്കി താക്ക. നമ്മുടെ ടീം തിക്കി താക്ക എടുത്തിട്ടുണ്ട്. ബെല്ലിങ്ങാണ്. അവൻ്റെ ബെല്ലിങ്ങാൻ എഞ്ചലും ഉണ്ട് കേട്ടോ. അവൻ്റെ കണ്ണാവർ എടുത്തിട്ടുണ്ട്. കമാവിങ്ക ഷോർട്ട് ടൈം മറ്റാണ്. ഷോർട്ട് ടൈമും ബിഗ് ടൈം അങ്ങനെ എന്തോആണ്. നമ്മൾ മാൾഡിനെ ഒരു ക്രോസ് ഇടുന്നുണ്ട്. റോമിനെ കുത്തുന്നൊരു ഭാഗ്യത്തിന് പിക്കു രക്ഷിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് സീനാണ്. കമാവിങ്ക, കാൻഡോണ, ബുള്ളിറ്റ്
എഡ്ഗർ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുൻഹ ഓടുന്നുണ്ട്. ഓനെന്തായാലും ബോൾ ഇട്ടിട്ടുണ്ട്. ഉള്ളിട്ട് ത്രോ എടുക്കുന്നുണ്ട്. ടൂർണമെൻറ്റ്സ് നൈസ്. കുൻഹ ഫോറിൽ എടുക്കാൻ പോയത് പെർലോ എടുത്തിട്ടുണ്ട്. ഉള്ളിട്ട് അവൻ്റെ റൂമിയുണ്ട്. റൂമി അടിച്ച് കയറ്റിയിരിക്കുന്നു ഗൈസ്. റുമിനേഗിനെ കുറിച്ച് ആരോടും പറയാനൊന്നുമില്ല. ആളൊരു വണ്ടർഫുൾ പ്ലെയർ തന്നെയാണ്. എടാ ഫോർലാൻ അവന് കാൽമേലിട്ട് കൊടുത്തു. നമ്മൾ പീക്ക് എടുത്തിട്ടുണ്ട്. എടാ റുമിനെ കൊണ്ട് അവൻ്റെ പ്ലേയിങ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവൻ്റെ ക്യാൻറ്റോണ പുറത്തേക്ക് അടിച്ചോട്ടുണ്ട്. നമ്മൾ കഴിച്ചിലായിട്ടുണ്ട്. ഇതൊന്നൊരു 400 അടിക്കാൻ പറ്റും. നോക്കി നോക്കാം ഗൈസ്. വിവിയത്ത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർലാൻ കുത്തിക്കോ. എൻ്റെ പേരിലോ കുറച്ച് സീനാണ്. നെക്സ്റ്റാ പേരിലോ കന്നാറും നെക്സ്റ്റാണ്. നെക്സ്റ്റ് അങ്ങനെ പൈല് ആ സാധനം കിട്ടി. അപ്പോൾ അവൻ്റെ പോസ്റ്റൊക്കെ ഇട്ട് എല്ലാവരും കൂടി കാലിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. സാധനക്ക് ക്രോസ് ഇടണോ? ക്രോസ് ഇട്ടേക്കാം. കുറേ നാളായി ക്രോസ് ഇട്ടിട്ട്. അവിടെ ന്യൂ ഇയർ പിടിച്ചിട്ടുണ്ട്. 98 ന്യൂ ഇയർ ആണ്. യൂസ് ചെയ്യുന്ന ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഓടിക്കോ. മാൾഡീനാണ് പോകുന്ന. മാൾഡീനി ഇപ്പോൾ ഒരു ക്രോസ് ഇടണം. ക്രോസ് ഇട്ടില്ല കേട്ടോ. കാൻറ്റോണൻ്റെ ഫേക്ക് ടൂർണമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. പെർലോ മാൾഡീനിയാണ്. ബില്ലിങ്ങും മാൾഡീനി ക്രോസ് ഇടാൻ നോക്കി നടന്നില്ലായിരുന്നു കേട്ടോ. വീണ് ക്രോസ് ചെയ്ത്. പെർലോ ക്യാൻറ്റോണ. എടാ ക്യാൻറ്റോണ അഭിപ്രായത്ത് ചാടുന്നതിൻ്റെ ഇടയിൽ കയറ്റിയടാ. ഓ നൈസ്. ക്യാൻറ്റോണ അടിപൊളിയാന്ന് തോന്നുന്നു. അഭിപ്രായത്ത് ഫോമിലാണ് പറഞ്ഞിട്ട് മച്ചാൻ തീരെ സേവ് ചെയ്യില്ല കേട്ടോ. ഒരു സേവ് പോലും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. കമാലിംഗ അടുത്ത ഗോളും കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ കംബാക്ക് അടിക്കാൻ പറ്റുമോ അറിയില്ല. നമ്മൾ നോക്കി നോക്കാം. ഡിവിഷൻ 1 അടിച്ച പ്ലെയർ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല കളിക്കുന്നുണ്ടാവും. അഭിപ്രായത്ത് നല്ല ഫോമിലാണുള്ളത്. ഞാനൊന്നും പറയില്ല. നിങ്ങൾക്ക് കളി കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാമല്ലോ. ഹാഫായിട്ടുണ്ട്. നമുക്ക് ഏതായാലും ബാറ്റ് ഷൂട്ടാണ്. സിക്കോ നടക്കാം. സിക്കോ ഇറക്കി എന്താക്കോ നോക്കി നോക്കാം. സിക്കോ സൂപ്പർ സബാണ് കേട്ടോ. ബാറ്റ് ഷൂട്ടാണ്. നമ്മളെ ടോർച്ച് നടക്കട്ടോ. അപ്പം എന്താക്കൂ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പൂമ്പാപ്പ നടക്കട്ടോ. അവൻ്റെ സബ്ബിൽ നല്ലൊരു പ്ലെയർ ഉണ്ട്. ഔബയും ചാടി കുതിച്ചങ്ങ് പോയിക്കോളും ഗൈസ്. സ്റ്റാർട്ട് കൊടുക്കില്ല. അവൻ്റെ ടീമിന് പേരെന്താ? ടൂൾസ സ്റ്റാർട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഓനാണ് കേട്ടോ ടച്ച്. ക്യാൻറ്റോണ അടിപൊളിയാണ്. ഓന് ഇറക്കിയില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഔബയിങ്ങനെ പെർലോ സാധനം കിട്ടി. ടോറസ് അവൻ്റെ പോസ്റ്റൊക്കെ ഇട്ട് വിടുന്നില്ല. പേഴ്സുകളൊന്നും ശരിയാവുന്നില്ലല്ലോ. ബുള്ളറ്റിൻ്റെ പാസ് നമ്മൾ ഭാഗ്യത്തിന് കഴിച്ചിലാക്കി വിട്ടിട്ടുണ്ട്. എടാ നമ്മൾ സിക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്റ് ഷൂട്ടിങ്ങൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഡിഫൻഡേഴ്സ് അടിപൊളിയാണല്ലോ. നെക്സ്റ്റ് മാൾഡിനി തന്നെ പറയേണ്ട ആവശ്യമില്ല. എടാ ഞാനായിട്ട് പെർലോൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്ത ഫോർലാണ്. തിരിഞ്ഞൊക്കെ റെഡി ആയി നിൽക്കുന്നേരോ. അപ്പോൾ കന്നാറിൻ്റെ ഒരു പാസ്
നെക്സ്റ്റ് അവർ തിക്കി താക്ക ഇട്ട് കളിക്കാൻ പോലാണ്. ഇക്കോടക്ക് റൈക്കാർഡ് കുത്തിയ ശേഷം അവൻ്റെ കാൽമേലെ നിർത്തി. അവിടെ അറുമിനെ നെട്ടി ഓഫ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി. അഭിയത് അടിക്കണ്ടേ. ടോറസ് ഫോർലാൻ സിക്കോ ഷോട്ട്. നമ്മൾ സിക്കോ ഒരു തൊള്ള ഒരു കുണ്ട് സാധനം. ഏതാ സാധനം സിക്കോൻ്റെ? നിങ്ങൾ കണ്ടോ? പുള്ളി സാധനം. ഒരു സാധനം തുളച്ചിട്ട് നമ്മൾ സിക്കോ കമ്പാക്ക് അടിക്കാൻ പറ്റുമോ അറിയില്ല. നല്ലൊരു ചാൻസ്. അടാ നെക്സ്റ്റ് ഒന്ന് എടുത്താലും കൂടി നമ്മളിപ്പോൾ ഒന്നാമത്തെ ആരെയും ഹസാർഡ് കഴിഞ്ഞില്ലേ. ഓ അഭിവേദി സേവ് അടിച്ചു. ആടാ അഭിവേദി നൈസറാ. അഭിവേദി സേവ് ആക്കിയാണ് നമ്മൾ കഴിച്ചില്ല കേട്ടോ. കുൻഹ ആടാ മാൾഡിന് വെട്ടിട്ടാളിഞ്ഞ. ബെല്ലിങ്ങും റൊമിനേക്ക് നമ്മൾ എടുക്കാൻ സമ്മതിക്കണം. റൈക്കാർഡിൻ്റെ അടുത്ത് തട്ടി സാധനം. നമ്മൾ സാധനം ബെല്ലിങ്ങത്തിന് ഇട്ടെടുത്തിട്ടുണ്ട്. കാനോണം അവിടെ അവരെന്തിനാ പൊന്തിച്ചിട്ട് കൊടുക്കുന്നു ഓരോ കാൽമലേക്ക്. 81 മിനിറ്റ് മാച്ചാ സമയം പോക്കലാണ് കേട്ടോ. എങ്ങനെ നമ്മൾ പൊട്ടാൻ ഏത് അവൻ്റെ ഏതാ മനസ്സിലായോ? എനിക്ക് നമ്മൾ പൊട്ടാൻ ടൈം നോക്കലാണ് ചങ്ങായി. നമ്മൾ വേറെ ഗോളടിക്കാറ്റോ. അവിടെ അവൻ്റെ കാൽമേലേക്ക് എന്നാണല്ലോ ബോൾ പോകുന്നത്. ഒരു ചാൻസ് ഉണ്ട്. ഈ അറ്റാക്ക് ഗോളായ പൊളി. പിർലോ സമ്മതിച്ചില്ല. ജസ്റ്റ് മിസ്. കുറേ സമയം പോക്കിയുണ്ട് വയസ്സിലായി 2-3 നമ്മൾ പൊട്ടിയിട്ടുണ്ട്. ഇത് ചെയ്യാ എനിക്കിപ്പോൾ സിക്കോണാണ് എല്ലാം കളിച്ച് 50 ഡിഗ്രീസ് ആയിട്ടുണ്ട്. നമ്മൾ റാങ്കിങ് കണ്ട 1,990 വലിക്കുന്നത്. നമുക്ക് അടുത്ത മാച്ചിലേക്ക് പോവാം. 400 അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. കാരണം നമ്മളിപ്പോൾ മൈനസായി. നോക്കാം. മാച്ച് മേക്കിംഗ് ഇൻ പ്രോഗ്രസ്സിലാണ് ഇപ്പോഴുള്ളത്. ചെക്കിങ് കണക്ഷൻ സ്റ്റാറ്റസ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു കിണ്ണാച്ച് ഗെയിം പ്ലാൻ എടുക്കണം ഗൈസ്. സ്ക്രീൻഷോട്ടൊക്കെ എടുത്തറ. നമ്മൾ ഓപ്പണൻ്റ് 194 പ്ലെയറാണ്. ഡിവിഷൻ 3 അടിച്ചിട്ടുണ്ട്. പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. ഇതിൽ നമുക്കൊന്നൊരു മാരക ഗെയിം പ്ലാൻ തരമാണ് ഗേസ്. ഗെയിം പ്ലേ ആണ്. ഇതിൽ ഫോർലാൻ ഉണ്ട്, പിന്നെ ടോറസ് ഉണ്ട്, റൊമാറിയോ അങ്ങനെ ആരും ആണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ബ്രസീലത്തെ ഇവിടെ ബറേസ് ഉണ്ട് കേട്ടോ, സിംഗിൾ ബൂസ്റ്റർ. ന്യൂയർ ഉണ്ട്, ബെലൈറ്റ് ഉണ്ട്, ഡിബ്രൂൺ ഉണ്ട്. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റി. മെസ്സി ഫോമിലാട്ടോ. അല്ല കേസ് നമ്മൾ കക്കൻ ഇറക്കി വെക്കാം. കുറേ കക്കൻ ഇറക്കിയിട്ട് മാച്ചിലേക്ക് പോട്ടോ. അപ്പം എല്ലാവരും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പവറാക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും. മാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഫോർലാനൊക്കെ സൈഡല്ലേ. ഫോർലാൻ എത്തിയുള്ളൂ. മൂടാണ് നമ്മളെ ഫോർലാൻ. പക്ഷെ കഴിഞ്ഞ കളിയിൽ നമ്മൾ ഫോർലാന്
എന്താ സംഭവിച്ചറിയില്ല. തീരെ മൂഡിലല്ലേ. ഇവൻ്റെ ഡിഫൻഡേഴ്സിൻ്റെ ടൈറ്റ് കൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ ടച്ച് ഇട്ടിട്ടുണ്ട് ഓന്. അവന് മെസ്സിക്ക് ബാലൻസ് കിട്ടാത്തതുകൊണ്ട് ബോള് കോല് ത്രോ ആയിട്ടുണ്ട് ഗൈസ്. റൈക്കാർഡിനോട് കടാ ഒരു പാസ് ഫോർലാനെട്ടി. നൈസ്. ജിക്കോ പോകുന്നേരാ. അവൻ വെട്ടിക്കാളിനല്ലേ. കറക്റ്റ് പോയി തുളക്കേണ് കേസുന്നത്. അവനെ ജിക്കോനെ വല്ലാണ്ട് വെട്ടണം. ഇതെന്താണ് കേസ്? കണ്ടോ നമ്മള് ജിക്കോനെ വെട്ടുന്നേ? ആ ജിക്കോൻ്റെ അവിടെ ഒന്ന് തുളച്ചിൻ്റെ നമുക്ക് സെലിബ്രേഷൻ ഇട്ട് ചെങ്ങാൻ്റെ അണ്ണാക്ക് കയറ്റി കൊടുക്കുക. ഫ്രീ കിക്ക് ഉണ്ട്. അടിച്ച കേസ് നമുക്ക് വേറെ ഒന്നും പറയാല്ലേ. വേറെ ലെവല് കയറിക്കൊന്നുമില്ല. മാനേജറിനെ കൈമലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ. ഇത്ര ലോങ്ങൊന്നും വേസ്റ്റ് എനിക്ക് വരെ ഫ്രീ കിക്ക് അടിക്കാറില്ല. എല്ലാം തന്നെ വരെ കളിക്കാറില്ല. ആണ് ഇത്ര ലോങ് വേസ്. ഇതെന്താണ്? ഞാനങ്ങോട്ട് വെട്ടും മോനെ, പറയിപ്പിക്കരുത്. അവൻ്റെ മെസ്സിനൊന്നും വെട്ടിയിട്ട് തന്നെ കിട്ടുന്നില്ല. ഇതെന്താ ഇടുങ്ങാറാണ്. ഇതെന്താ അവൻ്റെ പ്ലേസിനൊന്നും വെട്ടിയിട്ട് കിട്ടാത്തത്? വല്ലാത്ത ഇടുങ്ങാറ് തന്നെ കേട്ടോ. എൻ്റെ ഒടേകാട ഒരു വാണം പെട്ടിട്ടുണ്ട്. മാത്യൂസ് കുൻഹ റൈക്കാർഡിന് പകരം വേറെ ആയിരിക്കും കേട്ടോ. ഫോർലാനാട്ടോ. കിട്ടിയില്ല. പോയി. ഒടേകാടാണ്. ഒടേകാട് നമ്മൾ എഡ്ഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വിട്ടുണ്ടോ? ഇതിനു മുമ്പേ പാസ് എടുത്ത് പോവാം. അവിടെ ബറേസി ഡിഫെൻഡ് ചെയ്തിട്ടോ. ഒരു ഷോട്ട് അടിച്ചോക്കാം. എൻ്റെ മാനേജർ കൊള്ളാട്ടോ. നമ്മൾ ഷോട്ട് അടിച്ചാലോ മനസ്സിലായി. കക്ക എടുത്തിട്ടുണ്ട്. കക്കാൻ്റെ അതൊരു ക്രോസ്. ബറേസി സമ്മതിക്കില്ലേ ഓനെ എന്ത് വെട്ടല വെട്ടുന്ന ബറേസിയാണ്. ക്രോസ് മുമ്പിൽ ചാടി കുത്തിയെ കളിക്കല. സിംഗിൾ ബൂസ്റ്റർ ബറേസി കൊള്ളാൻ അടിപൊളിയാണെന്ന് തോന്നുന്നു. കുത്തിക്ക് ആ കുത്താൻ ഞാൻ കൊടുത്തില്ല. നെയ്മർ എന്താടാ? നെയ്മർ നല്ല പോലെ വെറുതെ വെട്ടി. റെഡ് കൊടുത്തുറാ റഫറിയെ. നെയ്മർ വൃത്തിക്ക് അങ്ങോട്ട് സൈഡിലോട്ട് ഇട്ട് പോലേനും ബോള്. അതിൻ്റെ ഇടയിലാണ് അവനെ എടുങ്ങാറാക്കി. നെയ്മർ ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. ലാഗ് അടിച്ചുകൊണ്ടാണ് പോയ ബോള്. കാര്യം പറയില്ല, ഞങ്ങൾ കണ്ടില്ലേ. അതാ ലാഗ് വല്ലാത്ത ലാഗ്. പ്ലേഴ്സൊക്കെ പായുന്നുണ്ട് ഞങ്ങൾ. വേറെ ഇതെന്ത് ലാഗ്? വെട്ടിയിട്ടൊന്നും കിട്ടില്ല കേട്ടോ ലാഗിൽ. ബറേസി സമ്മതിക്കുന്നില്ല നമ്മളടിക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഒടുക്കത്തെ ലാഗ്. എന്ത് ചെയ്യാനാണ് ഗൈസ്? ലാഗ് കൊണ്ട് നമ്മളെ ഗെയിം പ്ലേ ഒന്നും ഇവിടെ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എല്ലാം നമ്മൾ തകർക്കും ഗൈസ്. നൈസ് നെയ്മർ. എവിടെ എന്തിനാണ് അങ്ങനെ വെട്ടുന്നത്? വനയാണ്ടല്ലോ അടിച്ച്. ഐഷ്മാൻ്റെ ന്യൂ ഇയർ സമ്മതിക്കില്ല ഗൈസ്. നൈസ് ഷോട്ടായിരുന്നു. ബാറ്റ് ഷൂട്ടിൻ്റെ നമുക്കൊരു ക്വാളിറ്റീൻ്റെ എന്തായാലും സെലിബ്രേഷൻ ഇടണം. കാരണം വെച്ചാൽ അത്രക്കും ഫോളോ ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് അടിക്കട്ടോ. അല്ലാത്ത ലാഗ് പോയിന്ന് തോന്നുന്നു. അവിടെ കുഞ്ഞാ കുത്ത് നിമറേ കുഞ്ഞാ കുത്തായിരുന്നു. ഹൈറ്റ് കുറവാന്ന് തോന്നുന്നു.
കുത്തിയിലെങ്ങനെ അവിടെ നോക്കിക്കല. ഓപ്പണന്റ് സ്റ്റാർട്ട് എടുത്തിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. സിക്കോ നല്ല അറ്റാക്കൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ ബറേസി കടത്തി വിടുന്നില്ല. പിന്നെ അവന് വെട്ടി നിൽക്കല. എടാ നെയ്മറിനൊക്കെ ഫോണിന്റെ ഫോറിലാണ് പോകുന്നത്. ഇവിടുന്ന് വെട്ടണ്ട, അവിടുന്ന് വെട്ടിയ സീനാണ് ഗൈസ്. പെനാൽറ്റി ഗോളടിച്ച് സെലിബ്രേഷൻ ഇട്ടാൽ ശരിയല്ല. ആ ബോക്സിന്റെ പുറത്തുനിന്ന് ഓൻ എത്ര വേണമെങ്കിൽ വെട്ടാം. എന്താണ് ഞാൻ എന്താ ബോളൊക്കെ ഈ ഓഫ് സൈഡാണ് ഗൈസ്. അതായത് ഞാനവിടുന്ന് ടാക്കിലേക്ക് ഇനി വെട്ടിപ്പോയി. ടൂർണമെന്റ്സ് നല്ലൊരു പാസ് കൊടുക്ക്. നൈസ് പാസ്സായിരുന്നു. കക്ക അപ്പോൾ ഒട്ടുകണ്ട വെട്ടിക്ക്. എടാ എന്താടാ അത്? കക്ക എന്ത് വൃത്തിക്കാ പോകുന്ന നിങ്ങൾ നോക്കിക്കേ. സ്കിപ്പ് അടിച്ചാളിന്. ഇങ്ങനെയാണ് നമ്മളെങ്ങനെ കളി എടുക്കുന്നത്? ക്ലിയർ ഓളി എല്ലാം ഇവനെ മറ്റേ കിട്ടണം. ഒരു ഗോളടിച്ച അവിടെ പ്ലെയർ ഉണ്ടായിരുന്നു. കക്ക ആ മണ്ടനാണ്, കയറിപ്പോയി ഗോളടിച്ചാൽ മതി. സിക്കോണ്ട് നമ്മൾ സിക്കോ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. സെലിബ്രേഷൻ ഇട്ട് വെറുപ്പിക്കാണ്. സ്കിപ്പ് അടിക്കണ്ട ഗൈസ്. അല്ലാണ്ട് ഞാൻ ആളുകൾ എന്തുണ്ട് ഞാൻ സ്കിപ്പ് അടിക്കും കേട്ടോ. കാരണം വെച്ചാൽ പാങ്ങളെ റിപ്പോർട്ടേജ് ചെയ്യുമ്പോൾ ഇവനെ വെട്ടി 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 നിർക്കല. നേരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നൈസ് ഷൂട്ടാ. നൈസ് ഓഫ് സൈഡ് ആയിപ്പോയി. ബറേസി നല്ല കളിക്കുന്നുണ്ട് കേട്ടോ. ബറേസി കിട്ടിയാ കുഴപ്പമില്ല. ഇപ്പൊ കിട്ടിയിരുന്നേ. അങ്ങനെ വെട്ടാൻ നോക്കിയിട്ട് എന്താ അവന് വെട്ടൊന്നും കൊടുക്കാത്തത്? ഇത് കളിയെ തരാട്ടോ. പക്ഷെ നമ്മള് ബോൾ എടുക്കുന്നുണ്ട്, ആ വലിയ കാര്യം. ഫോർലാൻ എടുത്തിട്ടുണ്ട്. അവന്റെ ന്യൂ ഇയർ എന്താ പോസ്റ്റിൽ വെക്കുന്നില്ലേ? ഗോൾ. എടാ ന്യൂ ഇയർ നല്ല സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എടാ ആടന്ന് വെട്ടിയിടല്ല. വെട്ടിച്ചൂടാ പോട്ടെ, വെട്ടിക്കോ. എടാ വെട്ടാൻ പറ്റുന്നില്ലടോ, ഇതെന്തോ ഉറപ്പില്ലാതെ സ്വഭാവം. റൈക്കാർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും മിണ്ടാണ്ട് പ്ലീസ്. പെഡ്രിയാണോ അവൻ്റെ ചത്താലും അവനെ ഞാൻ വിടൂല. ഗോൾ അടിക്കാൻ കുൻഹ പോകുന്നുണ്ട്. നമ്മളെടുത്തോളം കളി. നമ്മൾ ക്ലിയർ അടിച്ച് പോയ കേസ്. അവൻ്റെ ന്യൂ ഇയർ എന്താ പോസ്റ്റിൻ്റെ ഇവിടെ ആക്കുന്നത്? ഇതിൽ നമ്മൾ കളി എടുത്തിട്ടുണ്ട് കേസ്. അവനെ കഴപ്പൊന്ന് മാറി കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ സിക്കോ ആണ് ഗോൾ അടിച്ചത്. ഒരു മാച്ചും കൂടി പോട്ടെ കേസ്. ഒരു മാച്ച് എന്താവും നോക്കി നോക്കാം.
മാച്ച് മേക്കിംഗ് ഇൻ പ്രോഗ്രസ്സിലാണ് ഗൈസ്. എന്താണ് ചെക്കിങ് കണക്ഷൻ സ്റ്റാറ്റസ് വരാത്ത ഗൈസ്? ഒപ്പണൻ്റെ വേഗം വരും. പൊട്ടിക്കാൻ പൂതിയാവുന്നു പറഞ്ഞിട്ട് ഗൈസ്. പതിയെത്തുമ്പോൾ ചിലപ്പോൾ ഞാൻ പൊട്ടിയാലോ മുമ്പിലേ. ഇപ്പോൾ നല്ല പ്ലേയേഴ്സൊക്കെ ആണ് വരുന്ന. ഡിവിഷൻ 3 ആയിട്ടും സാധാരണ ഡിവിഷൻ 2 അടിപൊളി പ്ലേയേഴ്സൊക്കെ വരുന്നുണ്ട്. നമ്മൾ കാത്തിരിപ്പിനൊടുവിൽ ചെക്കിൻ കണക്ഷൻ സ്റ്റാറ്റസ് വന്നിരിക്കുകയാണ്. കറങ്ങി കളിക്കുന്നുണ്ട്. ഒപ്പോണൻ്റ് എന്താണ് വരാത്തത്? വന്നിട്ടുണ്ട്. ഒപ്പോണൻ്റ് ഒരു അടി സഖ്യെന്നൊക്കെയാണ്. 3141 ഒപ്പോണൻ്റിൻ്റെ ടീമിൻ്റെ സ്ട്രെങ്ത്ത്. ഒരു ടീം നോക്കി നോക്കാം. പഴയ സ്കോഡാണോ അറിയില്ല. ലെജൻഡറി ക്രിമിനേക്ക് അങ്ങനെയൊക്കെ ആണോ അറിയില്ല. നോക്കാം. ആണ് ഞാൻ പറഞ്ഞതിൽ തന്നെ പഴയൊരു ലെജൻഡറി സ്കോഡ് തന്നെയാണ്. ആളെയിൽ ഒലിവർ ഖാൻ ഉണ്ട്, മാത്യൂസ് ഉണ്ട്, ജെറാഡ് ഉണ്ട്, ക്രൈഫ് ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, വിയേര ഉണ്ട്, റൊമി ഉണ്ട്. ഇതാരെനിക്കറി കറക്റ്റ് അറിയില്ല. ഇൻസാക്കിയാന്ന് തോന്നുന്നു. കണ്ടിട്ട് വന്നിട്ടോ എനിക്കറിയില്ല. ആരാന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ഈ ഇറ്റലിക്കാരെ ആരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ട് കമൻറ്റ് ചെയ്യട്ടോ. നമ്മളെല്ലാവരും ഫോമിലാണല്ലോ വയസ്സ്. എന്ത് പറ്റി? ടോറസ് നല്ല ഫോമിലുണ്ട്. നമ്മൾ ടോറസ് ഇറക്കട്ടോടാ. അല്ല ഇവൻ പായൂല. നമ്മളെ ടോറസ് അങ്ങനെ പായൂല. അപ്പം നമ്മൾ ഇവിടെ ബാറ്റിസ്റ്റൂട്ടനെ ഇറക്കാം. നെയ്മർ വലിക്കാം. നമുക്ക് നെയ്മർ ഹാഫ് മിനിറ്റ് ഇറക്കാം വിചാരിക്കാം. ഡിജോ നോക്കാം. നമ്മൾ കോസ്റ്റൊക്കെ വിട്ടാ. കോസ്റ്റൊക്കെ ഇട്ടാ ഒന്ന് ഇറക്കിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ നമ്മൾ ഓനൊന്ന് ഇറക്കി വെക്കുക ഗൈസ്. ഒരു ബെസ്റ്റ് F2B പ്ലേയേഴ്സിന് പറ്റിയൊരു പ്ലെയറാണ് നമ്മൾ കോസ്റ്റൊക്കെ ഇട്ട. എന്നെ പോലത്തെ പ്ലേയേഴ്സിനൊക്കെ ഒരു അടിപൊളി പ്ലെയറാണ് കോസ്റ്റൊക്കെ ടേസ്. നമുക്ക് ഓനെ ഇറക്കി നോക്കാം. ഇതെന്താണ് ഇങ്ങനെ? ഇതാര് സ്റ്റേഡിയം? ഇഞ്ച സ്റ്റേഡിയം ആണോ ഓൻ്റെ സ്റ്റേഡിയം? ഇത് ഇഞ്ച സ്റ്റേഡിയം തോന്നിട്ട് ഗൈസ്. അല്ല ഓൻ്റെ സ്റ്റേഡിയമാണ്. ഉണ്ടി ഓൻ്റെ സ്റ്റേഡിയം തോന്നിട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. തോന്നാൻ തോന്നുന്നു. നോക്കാൻ മതി. അപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സാനെ ടോറസ് ഊത്തിക്കോ. അവൻ്റെ റൈറ്റ് കാർഡ് എടുത്തിട്ടോ. എൻ്റെ ടോറസ് എന്തോ ഓട്ടാ ഓടുന്നത്. മാത്യൂസ് കുൻഹ. നമ്മൾ സിക്കോ പായുന്നുണ്ട്. നമ്മൾ സിക്കോ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. സിക്കോൻ്റെ ഏതാ ഡബിൾ ടച്ചും ബറേസിയാന്ന് തോന്നുന്നു ഗൈസ്. ബറേസിന് മുന്നിൽ നിന്ന് ഒരു ഡബിൾ ടച്ച് ഇട്ട് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. പൊള്ളി. ടോറസ് പോയിണ്ട്. ഡിജമനോർക്ക് ഫോർലാൻ. ടോറസ് ഗൈസ് നടന്നില്ല. ടോറസിനെട്ടി. എടാ റൈക്കാർഡ് എന്ത് പണിയാണ് ചെയ്യുന്നത്? നമ്മൾ ചിക്ക് കൊടുത്തിട്ടുണ്ട്. പാസ് മിസ്സായിട്ടോ. ഓനെ റിവെഞ്ച് എടുത്തിട്ടുണ്ട്. ഒപ്പണ ടോറസ് അടിക്കാൻ പോയി. നമ്മളെ കോസ്റ്റൊക്കെ ഇട്ടാണ് കേസ്. നമ്മളെ മുത്താണ് കേസ്. ഞാൻ നോക്കിക്കോളും ബാക്ക്. കോസ്റ്റൊക്കെ ഇട്ട് എന്താ കാണിച്ചേ? എടാ ബൈ ദ വേ കോസ്റ്റൊക്കെ ഇട്ട് അങ്ങോട്ട് മാറി നിന്നിട്ടോ. ഞാൻ നമ്മളെ മുത്തെന്നൊക്കെ പറഞ്ഞു. ഓന് എന്തോ വരിയും തോന്നിട്ടോ. ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. എന്താ അറിയില്ല. നമ്മൾ സന്തോഷമുള്ള വർക്കാണ് പറഞ്ഞത്. പക്ഷെ ഓന് വിഷമായി തോന്നുന്നു. ആളൊന്ന് മാറി കൊടുത്തിട്ട്
നമ്മൾ ടോർച്ച് അടിക്കുമ്പോഴത്തേക്കും അവൻ്റെ പ്ലെയർ വന്ന് ഡിഫെൻഡ് ചെയ്ത് ഇത് വേണ്ട നമ്മൾ മറ്റേ ആരടിക്കാം. അവിടെ ഉള്ളിലേക്ക് ഒരു ടോർച്ച് ബാറ്റിസ്റ്റൂട്ട് ആരാണേലും ഒന്ന് കുത്തി കയറ്റിക്കോ. ബാറ്റിസ്റ്റൂട്ട് ഉള്ളിലേക്കാ കയറ്റണ്ട്, വെറുതെ കുത്തല്ല. ചിക്കനെ ഷോട്ടേക്ക് പോയില്ല, പോകാൻ കുത്തിയില്ല കേട്ടോ. അടുത്തോ റൈക്കാടെ എടാ ടോർച്ച് പോന്ന്. ഓ അഭിവേദ് കഴിച്ചില്ല, ഞാൻ വിചാരിച്ച് പോയി. റൈക്കാട് കിട്ടിയില്ല. നല്ല നെയ്മറിനെ ഇറക്കി ആദ്യം തോന്നിട്ടോ. നല്ല പാസ് ഇടുന്ന ഒരാൾ വേണം. എടാ ചിക്കൊടിച്ച് ബാറ കിട്ടിയടാ, എന്ത് നൈസ് സാധന. വെട്ടിയിടുന്നോടാ. ഇനി മറ്റേ ചെങ്ങായിനെ ആരാണോ മോനെ റിവെഞ്ച് അങ്ങോട്ട് തരൂ. ഇത്രേ ഉള്ളൂ. അങ്ങനൊക്കെ പാസ് ഇടുന്ന നൈസ്. എടാ അഭിവേദി നൈസ്. നമ്മൾ അഭിവേദി നല്ലൊരു സേവ് ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി പോയിട്ടുണ്ട്. ടോറസ് തുളച്ചം കയറ്റിയിട്ടുണ്ട് ഇടയ്ക്കിടക്കാര്. അഭിവേദ് നൈസറാ. അഭിവേദ് നല്ല സേവറാ, എനിക്ക് ഇഷ്ടമായി. നല്ല കുറേ ഫോണുണ്ട്. ഡിജോണെടുത്ത് നൈസ് പാസ്, നൈസ് മിസ്. അടി സഖ്യെന്നൊക്കെയാണ് അവൻ്റെ പേരൊക്കെ കൊടുത്ത്. ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നെയ്മർ എടുക്കും, ചിലപ്പോൾ എടുക്കൂല കേട്ടോ. അങ്ങനാണ്. സാനെ ഒരു ബ്ലിറ്റ്സ്. എടാ സാധനം ബ്ലിറ്റ്സ് അടിച്ച് ബാറിട്ടി 4 അടിച്ച് വിക്ടർ ബൈ സേവ് ചെയ്ത് ഷോട്ട്. എന്നിട്ട് വിക്ടർ ബൈ സേവ് ചെയ്ത് ബാറ്റ് ഷൂട്ടില്ലേ ഉള്ളിൽ കയറി മോനെ ഡിഫൻഡർ എടുത്തടാ. ഷോട്ട് അടിച്ചിട്ടാണ്, ഷോട്ട് ഞെങ്ങുന്നില്ല. നല്ല ടോസ് വല്ലാണ്ട് പായുന്നുണ്ട്. ബാറ്റ് ഷൂട്ടാ കിട്ടിയില്ല. അങ്ങനെ വിക്ടർ ബൈ എടുത്ത് ക്രൂയിഫാണ്. ലെവൻഡോസ്കി, ജെറാർഡ് പോസ്റ്റൊക്കെ ആടുന്ന് കട്ട് ചെയ്തും ബോൾ കിട്ടിയില്ല. പക്ഷെ നമ്മൾ സാധനം വന്നെടുത്തിട്ടുണ്ട്. ഫോർലാൻ ഓട്. ഫോർലാൻ എന്താ ഓടുന്നില്ലേ? എനിക്കൊന്നും ഞാൻ ഈ കളഞ്ഞിട്ട് ആളെ പഴയ ട്രെയിനിങ് എന്നാന്ന് തോന്നുന്നു. നല്ല പോകുന്നുണ്ട് ഫോർലാൻ. കൊണ്ടൊന്ന് ഇടുങ്ങാറാണ്. പെനാൽറ്റി ആണോ ഫ്രീ കിക്കാണോ? ഫ്രീ കിക്കാണ്. ഫോർലാൻ ആടെ കിടന്ന് കരയലാണ്. ഫോർലാൻ പോയി തോന്നിട്ടോ ട്രീറ്റ്മെന്റിന്. എന്താണ് എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് അടിച്ചോ ബ്രോ. നമ്മളെ നെയ്മർ എടുക്കാം കേട്ടോ. നമ്മൾ പാസിങ് എല്ലാത്തിനും ഒരു നല്ലൊരു പ്ലെയർ ആണ്. നമ്മൾ നെയ്മർ ജൂനിയർ ആക്കലാണ്. അറ്റാക്കിങ് എന്താകത്ത് അറ്റാക്കിങ് ആക്കാം. എഡ്ഗറിനാക്കി കേട്ടെ. എഡ്ഗറുടേതാ നമ്മൾ ഫ്രീ കിക്ക് അടിച്ച് നോക്കാം. ഇത്രയാണ് ദൂരത്തുനിന്നൊക്കെ കയറ്റാൻ എനിക്കറിയില്ല കേട്ടോ. ഫോർലാനുണ്ടോ? ഫോർലാനെ കൊണ്ട് അടിപ്പിക്കാം. ഫോർലാനാണോ നല്ല അടിക്കാം. ഫോർലാൻ പോയടാ. ഫോർലാൻ പോയി. അടിച്ചിട്ടുണ്ട് നമ്മളെന്തായാലും. പുറത്തേക്കാണ് കേസ് പോയത്. അയച്ച് ഗോളിൻ്റെ കയ്യിലും തട്ടുന്നു. അതുപോലെ ചെയ്തില്ല കേസ്. അതാണ്
ഇത്ര ദൂരത്ത് നിന്ന് അടിച്ചാൽ പോലും വലിയ കയറില്ല. നമ്മൾ കുറച്ച് എടുത്ത് നിട്ടിയാൽ വലിയ കുഴപ്പമില്ല. എടാ സിക്കോ മോൻ്റെ ജെറാഡിനെ അവിടെ എന്താ പറയുക തലകൊണ്ട് കുത്തിയിട്ട്. ആ ഗൈസ് ഇൻസാക്കി തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അടുത്ത ചെറിയ ഡൗട്ട് ഉണ്ടെന്ന്. അവന് ഇൻസാക്കിയാണത്. എടാ എന്താ ഓഫ് സൈഡാണ് ഗൈസ്. നമ്മളെ സാധനം ഒരു ഡബിൾ ടച്ചൊക്കെ ഉണ്ട്. ഇങ്ങനെ ഐസ് പാസ് കൊടുത്തരാം. ഓഫ് സൈഡാണ്. ഫോറിനകത്തൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് പാസ് കൊടുത്ത്. ഞാൻ ചാട ആരും ഇല്ല. നല്ല നമ്മൾ ഫോർലാനാണ്. ഗ്രീസ്മാൻ ഇൻസാക്കി നമ്മളെ കോസ്റ്റ് ആയിട്ട് സമ്മതിച്ചില്ല കേട്ടോ. എടാ സിക്കോന്റെ പാസ് നൈസ് പാസ് ഇട്ടോ. പക്ഷെ നമ്മളെ സ്ട്രൈക്കറിന് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അവന് ആക്സിലറേഷൻ കുറവാന്ന് തോന്നുന്നു. സാധാരണ ബാറ്റിസ്റ്റൂട്ട് അങ്ങനെ അല്ലല്ലോ, ചാടി കൂടി കയറി ഫിനിഷ് ചെയ്യണം. ഇൻസാക്കി അവൻ്റെ ഇൻസാക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2-2 ഒരു ലീഡ് പിടിക്കണ്ടായിരുന്നു. ഫോർലാൻ എടുക്കടാ. ഇതോ സമയം പോക്കലാടാ. ടിക്കിത്താക്കട്ട് ഗോളടിക്കാൻ പറ്റുമോ? സമയം പോകാനായി. എന്താ അവൻ്റെ ഐഡിയ? എടാ റൈക്കാർഡ് സമ്മതിച്ചില്ല. എടാ നെയ്മറിനെ വെട്ടിയിട്ടടാ റൈക്കാർഡ്. എടാ ഓൻ ഗോളടിക്കരുതേ. ഓൻ ഗോളടിക്കാൻ പാടില്ല. ഓൻ ഗോളടിച്ചടാ. ഓൻ ഗോളടിച്ചിട്ടോ ഗൈസ്. പക്ഷെ ഗൈസ് അതൊരു ഓഫ് സൈഡാണ് ഗൈസ്. എൻ്റെ മോനെ അത് ഓഫ് സൈഡാണ് ഗൈസ്. പൊളിച്ചു തോന്നിക്കണം കേട്ടോ. ഓ നൈസ് ഗൈസ്. ഓ സെലിബ്രേഷൻ ഇട്ട് അവിടെ മൂഞ്ചി കുത്തിരിക്കലേക്ക്. അപ്പൊ അങ്ങനെ ഡ്രോ ആയിട്ടുണ്ട് ഗൈസ്. ചമ്മിയടാ ചങ്ങായി. ജയിച്ചു വിചാരിച്ച സമയത്ത് ഓഫ് സൈഡ്. അപ്പോൾ നമ്മൾ ഡിഗ്രീസാണ് 347 നമ്മളിപ്പോൾ നടിച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you soon.